വിനിത എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ഇവർക്ക് ഒരു 10 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. പക്ഷെ ആ കടമൊക്കെ തീർത്തിട്ടും ഉണ്ട്. പിന്നെ കുറെ സ്വർണം ബാങ്കിലുണ്ടായിരുന്നു, ആ സ്വർണങ്ങളൊക്കെ ഇവരെടുത്തു. പിന്നെ ഇവരച്ഛന് തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു. ആ, ഒരു കുട്ടി പറഞ്ഞില്ലേ ഗൾഫിലാണ് അവരെ ചേട്ടനെന്ന്, ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത്. അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നത്. അപ്പൊ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ 2 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ? അതിലൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത്രയും കിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒരു വർഷം കൊണ്ട് ഇത്ര കടങ്ങളും തീർക്കാൻ പറ്റി, ഇത്ര സ്വർണങ്ങളൊക്കെ തിരിച്ച് എടുക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു സംശയമുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ കേട്ട ഒരു വോയിസിൽ പറയുന്നുണ്ട് ഈ ഒരു 3 സ്ത്രീകളുടെയും വീട്ടുകാർ എന്തുമാത്രം ദിയയുടെ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും അവർ മോഷ്ടിച്ച കാശ് കൊണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെച്ച മാലയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിന് ശേഷം ഉണ്ടെങ്കിൽ സഹോദരനെയൊക്കെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുന്നു. ഇതിനെല്ലാം ക്യാഷ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിയയുടെ ആ ഒരു കമ്പനിയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന കാശ് കൊണ്ടാണ് ഇവർ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 കോടിയോളം അടുത്ത് അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്രയും പൈസ ഇവരെന്ത് ചെയ്തു, ഇവരുടെ ആവശ്യങ്ങൾക്ക് ഇവരുടെ കടങ്ങൾ വീട്ടാനും ഇതും എല്ലാത്തിനും ചിലവാക്കി. കാരണം ദിയ ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അധികം ഓഫീസിലോട്ട് വരാൻ പറ്റാത്ത ഒരു സമയമായതുകൊണ്ടാണ് ഇവർ മാക്സിമം യൂസ് ചെയ്തു. പക്ഷെ അവർ പിടിക്കപ്പെടത്തില്ല എന്ന് വിചാരിച്ചു. പിടിക്കപ്പെട്ട സമയത്താണെങ്കിൽ ഇവരുണ്ടായിരുന്ന കാശൊക്കെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഉദ്യോഗസ്ഥർക്കൊക്കെ കൊടുത്ത് അങ്ങനെ അവർ ആദ്യമേ ദിയയ്ക്കെതിരെയൊക്കെ ഒരു കേസ് പോലെ ഫയൽ ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും അവസാനം ഇവർ പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള കുറേയധികം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. മുതലെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഇവരെ അർഹിക്കുന്ന ശിക്ഷ തന്നെ കിട്ടണമെന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു പൈസ മൊത്തം ഇവർക്ക് ഈ ഒരു ദിയയ്ക്കൊക്കെ റിക്കവർ ചെയ്ത് കൊടുക്കുകയും വേണം. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം.